ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരോമൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഓവർസിയർ ലെവൽ എക്സാമിന് അധിക ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലെങ്കിലും ജൂനിയർ ഇൻസ്ട്രക്ടർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്നീ ലെവലുള്ള എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മുന്നിലത്തെ എൻ്റെ വീഡിയോകളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക്ക് മാത്രമായിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം മുൻവർഷ PSC ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. സോ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർ ഫുള്ള് കാണാൻ ശ്രമിക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ആദ്യമേ തന്നെ നമുക്ക് ഇറിഗേഷൻ എന്താണെന്ന് നോക്കാം. ഇറിഗേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ ടു ദ സോയിൽ ഫോർ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന് വേണ്ടി നമ്മൾ ലാൻഡിലോട്ട് വാട്ടർ ആർട്ടിഫിഷ്യലായിട്ട് സപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ക്രോപ്പ് ഈൽഡ്. അതായത് നമ്മൾ ഈ കറക്റ്റ് ലാൻഡിലോട്ട് ഡയറക്ഷൻ റൂട്ടൊക്കെ കൊടുത്ത് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്രോപ്പ് നല്ല രീതിയിൽ കിട്ടും. ഇൻക്രീസ് ഇൻ ഈൽഡ് ഓഫ് ക്രോപ്പ് ആയിരിക്കും. കൾട്ടിവേഷൻ ഓഫ് സുപ്പീരിയർ ക്രോപ്പ്, നല്ല സുപ്പീരിയർ ആയിട്ടുള്ള ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇറിഗേഷൻ ചെയ്യണം. എലിമിനേഷൻ ഓഫ് മിക്സഡ് ഫാമിങ്. മിക്സഡ് ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വിളകളും ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇറിഗേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ സീസണിലും ഓരോ വിളകൾ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. അതായത് അഡോപ്ഷൻ ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ. ഒരു സീസണിൽ ഇന്ന വിളയാണെങ്കിൽ അടുത്ത സീസണിൽ വേറെ കൃഷി നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് ഈ ഡാമും വിയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഡാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാംസ് ആർ ബേസിക്കലി യൂസ്ഡ് ടു സ്റ്റോർ വാട്ടർ ഇൻ ദ അപ്സ്ട്രീം. അപ്സ്ട്രീം സൈഡിൽ വാട്ടർ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഡാം. വിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർ ഈസ് എ സ്ട്രക്ചർ ടു ഡൈവേർട്ട് വാട്ടർ ഇൻ ടു ദ കനാൽ. കനാലിലോട്ട് വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് വിയർ. ഡാം ആണെങ്കിൽ സ്റ്റോർ ചെയ്യാനും വിയർ ആണെങ്കിൽ ഡൈവേർട്ട് ചെയ്യാനും. അടുത്തതാണ് ബാരേജ്. എ വിയർ വിത്ത് ഗേറ്റ് ഫോർ ഇൻക്രീസിങ് ആൻഡ് പ്രോപ്പർലി കൺട്രോൾ വാട്ടർ ലെവൽ. വിയർ വിത്ത് ഗേറ്റിനെയാണ് നമ്മൾ ബാരേജ് എന്ന് പറയുന്നത്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡാം എന്താണെന്ന് പറഞ്ഞു. ദെൻ റിവർ ട്രെയിനിങ് വർക്ക്, അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കുന്നുണ്ട്, എന്നാലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വെള്ളം പോകുന്ന ആ ഒരു പാത്ത് നമ്മൾ കറക്റ്റ് റൂട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ റിവർ ട്രെയിനിങ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല രീതിയിലുണ്ട്, നമുക്ക് പഠിക്കാം. അടുത്ത നമുക്ക് മെയിൻ കനാൽ. ഈ റിവർ ട്രെയിനിങ് വർക്കിൽ അവിടെ വെള്ളം നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് മെയിൻ കനാലിലോട്ടായിരിക്കും റൂട്ട് ചെയ്യുന്നത്. ദെൻ ബ്രാഞ്ച് കനാൽ, അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടറി, ദെൻ മൈനർ കനാൽ, പിന്നെ അവസാനം പോകുന്നത് ഫീൽഡ് കനാലായിരിക്കും. അതായത് പാടങ്ങളിലോട്ട് പോകുന്നത് ഫീൽഡ് കനാൽ വഴിയായിരിക്കും. പിന്നെ ഈ പറയുന്ന റിവർ അവസാനം എത്തിച്ചേരുന്നത് കടലിലായിരിക്കുമല്ലോ. ആ കടലിൽ എത്തുന്നതിന് മുന്നേ ഉള്ള ആ റീജിയൻ ആണ് ഡെൽറ്റായിക് റീജിയൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇറിഗേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് സോഴ്സ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ലെവൽ അനുസരിച്ച് നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫ്ലോ ഇറിഗേഷൻ, ദെൻ ലിഫ്റ്റ് ഇറിഗേഷൻ. ഫ്ലോ ഇറിഗേഷനിലാണെങ്കിൽ വെൻ ദ വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് ഹയർ ലെവൽ ഇറ്റ് ഈസ് സപ്ലൈഡ് ടു ലോവർ ലെവൽ ബൈ ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. നമുക്കറിയാം, ഒരു വാട്ടർ ലെവൽ നല്ല മുകളിലിരിക്കുവാണെങ്കിൽ താഴോട്ട് പോകണമെങ്കിൽ ഗ്രാവിറ്റി വഴി നമുക്ക് താഴോട്ട് പാസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലിഫ്റ്റ് ഇറിഗേഷൻ ആണെങ്കിൽ ഇഫ് ദ വാട്ടർ ഈസ് ലിഫ്റ്റഡ് അപ്പ് ബൈ സം മെക്കാനിക്കൽ ഓർ മാനുവൽ മീൻസ് ആൻഡ് ദെൻ സപ്ലൈഡ് ടു ലാൻഡ് ഇറ്റ് ഈസ് കോൾഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ പമ്പ് വെച്ചിട്ട് മുകളിലോട്ട് വെള്ളം എടുത്തിട്ട് നമ്മൾ ഫാമിലോട്ടൊക്കെ കൊടുക്കുന്നു, അതാണ് ഈ പറയുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ ഓഫ് ഇറിഗേഷൻ. അതായത് എത്ര കാലം, എത്ര സമയം നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നു അതിനനുസരിച്ചാണ്. പെരിനിയൽ ഇറിഗേഷനും ഉണ്ട്, ഇനൻഡേഷൻ ഇറിഗേഷനും ഉണ്ട്. പെരിനിയൽ ഇറിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ഇറിഗേഷൻ വാട്ടർ സപ്ലൈഡ് ത്രൂ ഔട്ട് ദ ഇയർ ഇറ്റ് ഈസ് കോൾഡ് പെരിനിയൽ ഇറിഗേഷൻ. ഫുള്ള്, അതായത് ഒരു വർഷം മുഴുവനും നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നുണ്ട്. ഇനൻഡേഷൻ ഇറിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ പെരിനിയൽ ഇറിഗേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡൈവേർട്ട് എക്സസ് ഫ്ലഡ് വാട്ടർ ഇൻ ടു ദ കനാൽ. അതായത് ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ മാത്രം നമ്മൾ ഇറിഗേഷൻ സപ്ലൈ ചെയ്യുന്നതിനെയാണ് ഇനൻഡേഷൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ഫ്ലഡ് ഇറിഗേഷൻ. ഫ്ലഡ് വരുമ്പോൾ മാത്രം ഇറിഗേഷൻ ഉണ്ടാവുന്നതാണ് ഫ്ലഡ് ഇറിഗേഷൻ അല്ലെങ്കിൽ ഇനൻഡേഷൻ ഇറിഗേഷൻ. ക്രോസ് സെക്ഷൻ ഓഫ് എ കനാൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടേംസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ്. ഈ കൊടുത്തിരിക്കുന്ന ഫില്ലിങ്, കട്ടിങ്, ഫുൾ സപ്ലൈ ലെവല്,
ടോ ഓഫ് ബാങ്ക്, ടോപ്പ് ഓഫ് കട്ടിംഗ്, ഫ്രീ ബോർഡ്, ബേം, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ബേം എന്താണെന്ന് നോക്കാം. ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ലെഫ്റ്റ് അറ്റ് ഗ്രൗണ്ട് ബിറ്റ്വീൻ ടോ ഓഫ് ബാങ്ക് ആൻഡ് ടോപ്പ് ഓഫ് കട്ടിങ്. നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ബാങ്കിന്റെ ടോയും കട്ടിങ്ങിന്റെ ടോപ്പും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ബേം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഫ്രീ ബോർഡ് എന്താണെന്ന് നോക്കാം. ഇതും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്ലിയറൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ബാങ്ക് ആൻഡ് ഫുൾ സപ്ലൈ ലെവൽ. വാട്ടറിന്റെ ലെവലിന്റെ ടോപ്പും ആ ബാങ്കിന്റെ ടോപ്പും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ ഡിസ്റ്റൻസ് ആണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡൗല. ദ ഡൗല ആർ പ്രൊട്ടക്ഷൻ വർക്ക് ടു പ്രിവെന്റ് വെഹിക്കിൾസ് ഫാളിങ് ഇൻ ടു ദ കനാല്. അതായത് നമ്മൾ ഈ സർവീസ് റോഡ് ബാങ്കിങ്ങിന്റെ ടോപ്പിലൂടെ കൊടുക്കുന്നുണ്ട്. ആ പോകുന്ന വെഹിക്കിൾസ് കനാലിലോട്ട് വീഴാതിരിക്കാൻ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് വർക്കാണ് ഡൗല എന്ന് പറയുന്നത്. അടുത്തത് വാട്ടർ റിക്വയർമെന്റ് ഓഫ് എ ക്രോപ്പ് ആണ്. ഒരു 3 ടേം വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്താണെന്ന് നോക്കാം. വാട്ടർ ദാറ്റ് ഗെറ്റ് ഡ്രെയിൻഡ് ബൈ ഗ്രാവിറ്റി ഈസ് കോൾഡ് ആസ് ഗ്രാവിറ്റേഷണൽ വാട്ടർ. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു സ്പോഞ്ച് നിങ്ങൾ എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി പെട്ടെന്ന് പൊക്കിയെടുക്കുമ്പോൾ താഴോട്ട് പോകുന്ന, ആ സ്പോഞ്ചിൽ നിന്ന് താഴോട്ട് പോകുന്ന ആ ഒരു വെള്ളമാണ് ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത്. അണ്ടർ ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റിയിൽ താഴോട്ട് പോകുന്ന വെള്ളമാണ് ഗ്രാവിറ്റേഷണൽ വാട്ടർ. ഇത് നമുക്ക് പ്ലാന്റിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഗ്രാവിറ്റേഷണൽ വാട്ടർ പ്ലാന്റിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തതാണ് കാപ്പിലറി വാട്ടർ. വാട്ടർ ദാറ്റ് ഈസ് അവൈലബിൾ ടു പ്ലാന്റ് വിച്ച് ആർ ഹെൽഡ് അഗൈൻസ്റ്റ് ഗ്രാവിറ്റി. കാപ്പിലറി ആക്ഷൻ എന്താണെന്ന് നമ്മൾ പിന്നെ പഠിക്കും. അതായത് ഗ്രൗണ്ടിൽ നിന്നും വാട്ടർ മുകളിലോട്ട് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി, എഗൻസ്റ്റ് ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി, അതായത് മുകളിലോട്ടാണ് പോകുന്നത്. താഴോട്ട് വരുന്നതാണ് ഗ്രാവിറ്റിയുടെ ആക്ഷൻ. എഗൻസ്റ്റ് ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റിയിൽ മുകളിലോട്ട് പോകുന്നതാണ് കാപ്പിലറി വാട്ടർ. അടുത്തതാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ദ വാട്ടർ ദാറ്റ് ഈസ് പ്രസന്റ് ആസ് തിൻ ഫിലിം അറൌണ്ട് ദ സോയിൽ. ഒരു സോയിലിന്റെ അറൌണ്ട് ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ള തിൻ ഫിലിം ഓഫ് വാട്ടർ ആണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. ക്യാൻ സെപ്പറേറ്റ് ഓൺലി ബൈ ഓവൻ ഡ്രൈ. ഓവൻ ഡ്രൈ മെത്തേഡ് വഴി മാത്രമേ ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ നമ്മൾ സോയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, PSC ആയാലും SSC ആയാലും ഏത് എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ക്രോപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ്. ഫസ്റ്റ് നമുക്ക് റാബി ക്രോപ്പ് എന്താണെന്ന് നോക്കാം. വിന്റർ ക്രോപ്പ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ റെയിനി ക്രോപ്പ് സോൺ ഡ്യൂറിങ് ഓട്ടം ആൻഡ് ഹാർവസ്റ്റഡ് ഡ്യൂറിങ് സ്പ്രിങ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാം, വീറ്റ്, ബാർലി. അത് ഈ ക്രോപ്സിൻ്റെ എല്ലാം എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ തന്നിട്ടായിരിക്കും ഏത് ക്രോപ്പ് എന്ന് ചോദിക്കുന്നത്. അടുത്ത നമുക്ക് ഖാരിഫ് ക്രോപ്പ് നോക്കാം. ഇറ്റ് ഈസ് മൺസൂൺ ക്രോപ്പാണ്, റെയിനി ക്രോപ്പാണ്, സോൺ ഡ്യൂറിങ് സൗത്ത് വെസ്റ്റ് മൺസൂൺ, ഹാർവസ്റ്റഡ് ഡ്യൂറിങ് ഓട്ടം. എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈസ്, മെയ്സ്, പൾസ്. ഓക്കെ, അടുത്തതാണ് പെരിനിയൽ ക്രോപ്പ്. പെരിനിയൽ ഇറിഗേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതായത് ഒരു ഇയർ ഫുള്ളായിട്ടും വെള്ളം പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യുന്നതാണ് പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പെരിനിയൽ ക്രോപ്പ്. അതായത് ഫുൾ ഇയർ ത്രൂ ഔട്ട് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യും. ആ ഒരു ക്രോപ്പിനാണ് പെരിനിയൽ ക്രോപ്പ് എന്ന് പറയുന്നത്. ക്രോപ്പ് വിച്ച് ക്യാൻ കൾട്ടിവേറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷുഗർ കെയിൻ ആണ്. അടുത്തതാണ് സെയ്ദ് ക്രോപ്പ്. ഹോട്ട് സമ്മർ ക്രോപ്പാണ്. ക്രോപ്പ് ഇൻ ബിറ്റ്വീൻ ഖാരിഫ് ആൻഡ് റാബി. എക്സാമ്പിൾ എന്ന് പറയുന്നത് വാട്ടർമെലൺ ആയിരിക്കും. അടുത്ത 2 ടേംസ് നമുക്ക് പഠിക്കാം. ക്രോപ്പ് പീരീഡ് ആൻഡ് ബേസ് പീരീഡ്. ക്രോപ്പ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ സോയിങ് ആൻഡ് ഹാർവസ്റ്റിംഗ്. ഒരു പ്ലാന്റ് നമ്മൾ സോ ചെയ്യുന്നതിനും അത് വിളവെടുക്കുന്നതിനും ഇടയ്ക്കുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ബേസ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ്. ഫസ്റ്റ് വാട്ടറിങ് എന്ന് പറയുന്നത് ബിഫോർ സോയിങ്, അതായത് വിളവ് അല്ലെങ്കിൽ ആ ചെടി നടുന്നതിന് മുന്നേ ഉള്ള വെള്ളമൊഴിപ്പ് ആണ് ഫസ്റ്റ് വാട്ടറിങ്ങും. ലാസ്റ്റ് വാട്ടറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ഹാർവസ്റ്റിങ്ങിന് മുന്നേ ഒഴിക്കുന്ന വെള്ളമാണ് ലാസ്റ്റ് വാട്ടറിങ്. ആ 2 വാട്ടറിങ്ങിന് ഇടയ്ക്കുള്ള പീരീഡാണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഡ്യൂട്ടിയും ഡെൽറ്റയും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡ്യൂട്ടി, റെപ്രസെൻറ്റഡ് ബൈ D. ക്യാപിറ്റൽ D കൊണ്ടാണ് ഡ്യൂട്ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടേഴ്സ് വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ് ഇഫ് 1 cubic ഓഫ് വാട്ടർ ഈസ് സപ്ലൈഡ് കണ്ടിന്യൂസ്ലി ടു ദ ലാൻഡ് ഫോർ ദ എൻറ്റയർ ബേസ് പീരീഡ്. അതായത് ബേസ് പീരീഡിന്, കംപ്ലീറ്റ് ബേസ് പീരീഡിന് 1 cubic വാട്ടർ സപ്ലൈ ചെയ്യുവാണെങ്കിൽ എത്ര ലാൻഡ് ഏരിയ നമുക്ക് വെള്ളം നനയ്ക്കാം, എത്ര ലാൻഡ് ഏരിയ നമുക്ക് നനയ്ക്കാൻ പറ്റും, അതാണ് ഡ്യൂട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂട്ടിയുടെ യൂണിറ്റ് ഓർത്തിരിക്കണം, ഹെക്ടർ പെർ ക്യുമെക് ആയിരിക്കും. ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏരിയ ബൈ ഡിസ്ചാർജ് ആയിരിക്കും. അതായത് എത്ര ഏരിയ, 1 ക്യുമെക്, അതായത് ക്യുമെക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് ആണ്. 1 cubic വാട്ടർ കൊടുക്കുമ്പോൾ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്തു, അത്രയാണ് ഡ്യൂട്ടി. അടുത്ത നമുക്ക് ഡെൽറ്റ നോക്കാം. ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ സിമ്പിൾ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ഓവർ ദ ഇറിഗേറ്റഡ് ലാൻഡ് റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ദ എൻറ്റയർ ബേസ് പീരീഡ്. അതായത്
എൻ്റയർ ബേസ് പീരീഡിന് ഒരു ക്രോപ്പിന് എത്ര ഡെപ്ത് ഓഫ് വാട്ടർ വേണം, അതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇത് യൂണിറ്റ് എന്ന് പറയുന്നത് ഡെപ്തിൻ്റെ യൂണിറ്റ് തന്നെ ആയിരിക്കും, സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലെങ്കിൽ മീറ്റർ ആയിരിക്കും. റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഡി ഈസ് ഈക്വൽ ടു, അതായത് ഡ്യൂട്ടി ഡി ഈസ് ഈക്വൽ ടു 8.64 ബി ബൈ ഡെൽറ്റ ആയിരിക്കും. ഡി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹെക്ടർ പെർ ക്യൂമെക്കിലായിരിക്കും, ഡെൽറ്റ മീറ്ററിലായിരിക്കും, ബി ബേസ് പീരീഡ് ഡേയ്സിലായിരിക്കും. 1 ക്യൂമെക് ഡേ എന്ന് പറയുന്നത് 8.64 ഹെക്ടർ മീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അടുത്ത നമുക്ക് റിഡ്ജ് കനാൽ എന്താണെന്ന് നോക്കാം. എ കനാൽ വിൽ ബി അലൈൻഡ് മോസ്റ്റ്ലി എലോങ് എ റിഡ്ജ് ലൈൻ, ദെൻ ദ കനാൽ ഈസ് കോൾഡ് റിഡ്ജ് കനാൽ. റിഡ്ജ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് എ മൗണ്ടെയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂര ഭാഗത്തെയാണ് നമ്മൾ റിഡ്ജ് എന്ന് പറയുന്നത്. ആ ഭാഗത്ത് കനാല് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ആ കനാലിനെ റിഡ്ജ് കനാൽ എന്ന് പറയും. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനാൽ ടോപ്പിലായിരിക്കും, സോ വെള്ളം നമുക്ക് ഗ്രാവിറ്റി വഴി സപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ റിഡ്ജ് കനാൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് റിഡ്ജ് പോയിന്റിലായിരിക്കും. ഓക്കെ, വാട്ടർ ക്യാൻ ബി സപ്ലൈഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഗ്രാവിറ്റി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ഗ്രോസ് കമാൻഡ് ഏരിയ GCA, ടോട്ടൽ ഏരിയ വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ എ കനാൽ സിസ്റ്റം ഇഫ് അൾട്ടിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് അവൈലബിൾ. അൾട്ടിമേറ്റ് ആയിട്ട് വെള്ളമുണ്ടെങ്കിൽ, അതായത് കനാൽ സിസ്റ്റം വഴി നമുക്ക് എത്ര ഏരിയ നനയ്ക്കാം, മാക്സിമം ഏരിയ, എത്ര ഏരിയ നമുക്ക് നനയ്ക്കാൻ പറ്റുന്നു, ആ ഏരിയയാണ് ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ് അയാക്കട്ട്. ഈ ടേം ഓർത്ത് വെച്ചേക്കുക, ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് PSCക്ക്. അയാക്കട്ട് എന്നാണ് നമ്മൾ ഗ്രോസ് കമാൻഡ് ഏരിയന് റെപ്രസെൻറ്റ് ചെയ്തത്. ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ ആ ടോട്ടൽ സ്ക്വയർ ആണ് ഗ്രോസ് കമാൻഡ് ഏരിയ. അതായത് അത്രയും ഏരിയ നമുക്ക് വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് കൾച്ചറബിൾ കമാൻഡ് ഏരിയ. പോർഷൻ ഓഫ് ഗ്രോസ് കമാൻഡ് ഏരിയ ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ ഈസ് കോൾഡ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ. അതായത് നമുക്ക് വെള്ളം എത്തിക്കാൻ എത്ര പറ്റുന്നോ അത് മൊത്തവും നമ്മൾ കൃഷി ചെയ്യത്തില്ല. ആ ചില ഭാഗത്ത് നമ്മൾ കെട്ടിടങ്ങൾ പണിയും, ആ ഒരു ഭാഗം ഒഴിച്ചുള്ള ആ ഒരു ഏരിയയാണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഗ്രോസ് കമാൻഡ് ഏരിയ മൈനസ് അൺകൾട്ടിവബിൾ ഏരിയ ആണ്. ഈ അൺകൾട്ടിവബിൾ ഏരിയ ആണ് പറയുന്നത് ബിൽഡിങ്സോ മറ്റ് ഭാഗങ്ങൾ എന്തെങ്കിലും വരുന്നത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്തതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് CCA എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറബിൾ കമാൻഡ് ഏരിയ പ്രൊപ്പോസ്ഡ് ടു ബി ഇറിഗേറ്റഡ് ഡ്യൂറിങ് എയ്തർ എ ക്രോപ്പ് സീസൺ ത്രൂ ഔട്ട് എ ഇയർ. ഓക്കെ, അതായത് കൾച്ചറബിൾ കമാൻഡ് ഏരിയയിൽ എത്ര ഭാഗം നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ആ കൾച്ചറബിൾ കമാൻഡ് ഏരിയയിൽ കുറച്ച് ഭാഗമായിരിക്കും നമ്മൾ കൃഷി ചെയ്യുന്നത്. ആ കൃഷി ചെയ്യുന്ന ഏരിയ ബൈ ടോട്ടൽ കൾച്ചറബിൾ കമാൻഡ് ഏരിയ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ കിട്ടുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ഔട്ട്ലെറ്റ്സ് നോക്കാം. ഔട്ട്ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലോട്ട് ഇരിക്കുന്ന കനാലിൻ്റെ എൻഡ് പോയിന്റ് ആണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. പേരന്റ് ചാനൽ നമ്മൾ ഫിഗറിൽ കൊടുത്തേക്കുന്നത്, ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3 തരത്തിലുള്ള ഔട്ട്ലെറ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ, മോഡുലാർ ഔട്ട്ലെറ്റ്. ദ ടൈപ്പ് ഓഫ് ഔട്ട്ലെറ്റ് വിച്ച് ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇറസ്പെക്റ്റീവ് ഓഫ് വർക്കിംഗ് ഹെഡ്. വർക്കിംഗ് ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരന്റ് ചാനലിൽ കൂടെ പോകുന്ന വാട്ടറിൻ്റെ ഹെഡിന് ഇറസ്പെക്റ്റീവ് ആയിട്ട് കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ ഫാമിലോട്ട് പാസ് ചെയ്യും. പേരന്റ് കനാലിലുള്ള വാട്ടറിൻ്റെ വർക്കിംഗ് ഹെഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല ഈ പറയുന്ന ഔട്ട്ലെറ്റിലൂടെ പാസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഡിസ്ചാർജ്. അതാണ് മോഡുലാർ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്, ഓൾസോ നോൺ ആസ് മൊഡ്യൂൾസ്. നെക്സ്റ്റ് വൺ, നോൺ മോഡുലാർ ഔട്ട്ലെറ്റ്. ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ഔട്ട്ലെറ്റ് ഇൻ വിച്ച് ഡിസ്ചാർജ് ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ വർക്കിംഗ് ഹെഡ്. വർക്കിംഗ് ഹെഡ് അതായത് പേരന്റ് ചാനലിലുള്ള വാട്ടറിൻ്റെ വർക്കിംഗ് ഹെഡിനെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന നോൺ മോഡുലാർ ഔട്ട്ലെറ്റ്. അടുത്തതാണ് സെമി മോഡുലാർ ഔട്ട്ലെറ്റ്. ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഔട്ട്ലെറ്റ് ഇൻ വിച്ച് ഡിസ്ചാർജ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ വാട്ടർ ലെവൽ ഇൻ ദ പേരന്റ് ചാനൽ ബട്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ ഫ്ലക്ച്വേഷൻ ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ ഫീൽഡ് ചാനൽ. പേരന്റ് ചാനലുള്ള വാട്ടറിൻ്റെ ഹെഡിനെ, വർക്കിംഗ് ഹെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ ഫീൽഡ് ചാനൽ. ഫീൽഡ് ചാനലിലുള്ള കനാലിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലക്ച്വേഷന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അടുത്ത നമുക്ക് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മെത്തേഡ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സബ് സർഫസ്, ദെൻ സർഫസ് ഇറിഗേഷൻ, ദെൻ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. സർഫസ് ഇറിഗേഷൻ തന്നെ ഫറോ മെത്തേഡ് ഉണ്ട്, ഫ്ലഡിംഗ് ഉണ്ട്, കോണ്ടൂർ ഫാമിംഗ് ഉണ്ട്. ഫ്ലഡിംഗ് തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വൈൽഡ് ഓർ ഫ്രീ ഫ്ലഡിംഗ്, ദെൻ കൺട്രോൾഡ് ഫ്ലഡിംഗ്. കൺട്രോൾഡ് ഫ്ലഡിംഗ് തന്നെ പലതുണ്ട്, ത്രൂ ഫീൽഡ് ചാനൽ, കോണ്ടൂർ ലാറ്ററൽ ഫ്ലഡിംഗ്, ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിംഗ്, ബേസിൻ ഫ്ലഡിംഗ്, ചെക്ക് ബേസിൻ ഫ്ലഡിംഗ്. ഇത്രയും തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. ഈ പേരുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സ്പ്രിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ഈസ് അപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് പമ്പ്സ്.
പമ്പ് വഴി വാട്ടർ സ്പ്രേ ചെയ്യും. ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് സുപരിചിതമായിട്ടുള്ള ഒരു ഇറിഗേഷനാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. നെറ്റ്വർക്ക് ഓഫ് പൈപ്സ് ആൻഡ് സ്പ്രിംഗ്ലറേഴ്സ്. ഓക്കെ, അടുത്തത് നോ നീഡ് ഫോർ ലാൻഡ് പ്രിപ്പറേഷൻ. ലാൻഡ് പ്രിപ്പറേഷൻ്റെ ഒരു ആവശ്യമില്ല. അതായത് വാട്ടർ ഈ പൈപ്പിൽ കൂടെ പമ്പ് ചെയ്യുന്ന പോകത്തേ ഉള്ളൂ. നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഹെൽപ്പ് ഇൻ യൂണിഫോം ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ. വാട്ടർ സ്പ്രേ ചെയ്യുന്ന കാരണം യൂണിഫോം ആയിട്ടും വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റും. സോയിൽ എറോഷൻ ക്യാൻ ബി അവോയ്ഡ്. അതായത് സ്പ്രേ ആയിട്ട് ഡ്രോപ്പ് ആയിട്ട് വെള്ളം വീഴുന്ന കാരണം സോയിൽ എറോഷൻ പ്രിവെന്റ് ചെയ്യാം. ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമുക്ക് സ്പിൽവേസ് എന്താണെന്ന് നോക്കാം. സ്പിൽവേസ് ആർ സേഫ്റ്റി വാൽവ് ഇൻ എ ഡാം. ഡാമിലെ സേഫ്റ്റി വാൽവിനെയാണ് സ്പിൽവേസ് എന്ന് പറയുന്നത്. ദീസ് ആർ സ്ട്രക്ചേഴ്സ് പ്രൊവൈഡഡ് ഇൻ ദ ബോഡി ഓഫ് എ ഡാം ടു ഡിസ്ചാർജ് എക്സസ് വാട്ടർ ഓർ ഫ്ലഡ് വാട്ടർ ടു ഡൗൺ സ്ട്രീം. വെള്ളം കൂടുമ്പോൾ അതിനെ ഡിസ്ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സ്പിൽവേസ് എന്ന് പറയുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഫ്ലഡിങ് ഉണ്ടായ സമയത്ത് സ്പിൽവേസ് ഓപ്പൺ ചെയ്തിട്ടാണ് ഡാമിൽ നിന്ന് വെള്ളം പുറത്തോട്ട് കളഞ്ഞ് വിടുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പിൽവേസ് ഉണ്ട്. ഈ പേരെല്ലാം ഓർത്തിരുന്നാൽ മതി, എന്താണെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ഫാൾ ഓർ സ്ട്രെയിറ്റ് ഡ്രോപ്പ്, ഓഗി ഓർ ഓവർഫോൾ സ്പിൽവേ, സൈഫൺ സ്പിൽവേ, ഷാഫ്റ്റ് സ്പിൽവേ, ചൂട്ടോർ. ഇതിൽ ഷാഫ്റ്റ് സ്പിൽവേ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഓഫൺ യൂസ്ഡ് വെയർ ദർ ഈസ് നോട്ട് ഇനഫ് സ്പേസ് ഫോർ അതർ സ്പിൽവേ. മറ്റ് സ്പിൽവേ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സ്പേസ് ഇല്ലാതെ വരുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്പിൽവേ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഷാഫ്റ്റ് സ്പിൽവേ ആണ്. ഇതിനധികം സ്ഥലമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാകും. ഡാമിനകത്ത് തന്നെ ഒരു ഷാഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ട് പുറത്തോട്ട് ഡാമിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു പൈപ്പ് കൺസ്ട്രക്ട് ചെയ്ത് പുറത്തോട്ട് വെള്ളം പാസ് ചെയ്യും. അടുത്ത് നമുക്ക് എലമെൻ്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എലമെൻ്ററി പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എലമെൻ്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഓഫ് ഹൈറ്റ് എച്ച് വെയർ എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ മീറ്റർ. അതായത് എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ഇത് ചോദിച്ചിട്ടുണ്ട് എലമെൻ്ററി പ്രൊഫൈലിന് എന്ത് ഷേപ്പ് ആണെന്ന്. ഫ്രീ ബോർഡ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞതാണ് എന്താണെന്ന്. സോ ഇത്രയേ ഉള്ളൂ എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഫ്രിയാറ്റിക് ലൈൻ എന്താണെന്ന് നോക്കാം. ദ സീപ്പേജ് ലൈൻ ത്രൂ ദ ബോഡി ഓഫ് ആൻ എർത്തൻ ഡാം വെയർ പ്രഷർ ഈസ് അറ്റ്മോസ്ഫിയറിക് ഈസ് കോൾഡ് ഫ്രിയാറ്റിക് ലൈൻ. ഒരു സീപ്പേജ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡിൽ നിന്നും ഡൗൺ സ്ട്രീം സൈഡിലോട്ട് വെള്ളം പാസ് ചെയ്യുന്നതിന് അതിനെയാണ് നമ്മൾ സീപ്പേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലൈനിനെയാണ് നമ്മൾ ഫ്രിയാറ്റിക് ലൈൻ എന്ന് പറയുന്നത്. ഫ്രിയാറ്റിക് ലൈനിൽ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അടുത്ത നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്താണെന്ന് നോക്കാം. വാട്ടർ ലെവലിൽ റൈസ് ചെയ്യാൻ വേണ്ടി ഒരു റിവറിന് അക്രോസ് കൺസ്ട്രക്ട് ചെയ്യുന്ന വർക്കാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. വാട്ടർ ലെവലിൽ റൈസ് ചെയ്യാനും കൂടാതെ അത് ഡൈവേർട്ട് ചെയ്യാനും നമ്മൾ ഈ ഡൈവേർഷൻ ഹെഡ് വർക്ക് യൂസ് ചെയ്യാറുണ്ട്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ടേംസ് കാണാൻ സാധിക്കും. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേമാണ് സിൽറ്റ് എക്സ്ക്ലൂഡറും സിൽറ്റ് എക്സ്ട്രാക്ടറും. ആ രണ്ട് ടേം ഓർത്തിരിക്കുക. സിൽറ്റ് എക്സ്ക്ലൂഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ് സിൽറ്റ് ഫ്രം എൻറ്ററിങ് ദ കനാൽ. അതായത് കനാലിൽ നിന്നും സിൽറ്റ് എൻട്രി ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ സിൽറ്റ് എക്സ്ക്ലൂഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് റിവറിലായിരിക്കും സിൽറ്റ് എക്സ്ക്ലൂഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് സിൽറ്റ് എക്സ്ട്രാക്ടർ അല്ലെങ്കിൽ ഇജക്ടർ. ദിസ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ സിൽറ്റ് വിച്ച് ഹാസ് ഓൾറെഡി എൻറ്റേർഡ് ദ കനാൽ ഫ്രം റിവർ. റിവറിൽ നിന്നും കനാലിലോട്ട് എൻ്റർ ചെയ്ത സിൽറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിൽറ്റ് എക്സ്ട്രാക്ടർ അല്ലെങ്കിൽ ഇജക്ടർ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കൺഫ്യൂഷൻ വരും. സിൽറ്റ് എക്സ്ക്ലൂഡർ എന്ന് പറയുന്നത് റിവറിലും സിൽറ്റ് എക്സ്ട്രാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന കനാലിലും ആയിരിക്കും. അടുത്ത നമുക്ക് റിവർ ട്രെയിനിങ് വർക്ക്സ് നോക്കാം. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ എംബാക്ക്മെൻറ്റ്. ഇതെന്ന് പറയുന്നത് ദീസ് ആർ ട്രെയിനിങ് വർക്ക്സ് ടു പ്രൊവൈഡഡ് ടു പ്രിവെൻറ്റ് ഫ്ലഡ് ഫ്രം എൻക്രോച്ചിങ് ദ ബാങ്ക് ഓഫ് റിവർ. അതായത് ഫ്ലഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി റിവർ ബാങ്കിലോട്ട് ഫ്ലഡ് എൻക്രോച്ച് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എംബാക്ക്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് ഗൈഡ് ബെൻസ് ടു കൺഫൈൻ ദ ഫ്ലോ ഓഫ് വാട്ടർ വെൻ എ ഹൈഡ്രോളിക് സ്ട്രക്ചർ ഈസ് ടു ബി കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ. ഒരു റിവർ വാട്ടറിൻ്റെ ഫ്ലോ കൺഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗൈഡ് ബൺസ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഗ്രോയിൻസ് ഓർ സ്പസ്. ദ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദ റിവർ ഫ്ലോ വിച്ച് പ്രൊട്ടക്ട് ദ റിവർ ബാങ്ക്. ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാങ്കിന് പെർപെൻഡിക്കുലറായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറാണ് ഗ്രോയിൻസ് എന്ന് പറയുന്നത്. വേരിയസ് സ്റ്റേജസ് ഓഫ് എ റിവർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ റോക്കി സ്റ്റേജ്, ദെൻ ബൗൾഡർ സ്റ്റേജ്, ദെൻ ട്രഫ് ഓർ അലൂവിയൽ സ്റ്റേജ്, ദെൻ ഡെൽറ്റായി സ്റ്റേജ്. റോക്കി സ്റ്റേജിലാണ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ബൗൾഡർ സ്റ്റേജിലാണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ട്രഫ് ഓർ അലൂവിയൽ സ്റ്റേജിൽ നമ്മൾ മിയാൻഡറിങ് നടക്കും. എന്താണ് മിയാൻഡറിങ് നമുക്ക് പഠിക്കാം.
ലാസ്റ്റ് വണ്ണാണ് ഡെൽറ്റായിക് സ്റ്റേജ്. നമ്മൾ പറഞ്ഞായിരുന്നു ഈ റിവർ സീയിൽ കടലിൽ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പോർഷനെയാണ് ഡെൽറ്റായിക് റീജിയൻ എന്ന് പറയുന്നത്. എന്താണ് മിയാൻഡറിംഗ് നോക്കാം. ആസ് ദ വെലോസിറ്റി ഡിക്രീസ് ദ റിവർ സ്റ്റാർട്ട്സ് ടു മൂവ് ഇൻ എ സിക്സാഗ് മാനർ. അതായത് റിവറിൻ്റെ വെലോസിറ്റി കുറയുന്നതിനനുസരിച്ച് അതൊരു സിക്സാഗ് മാനറിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇതാണ് മിയാൻഡറിംഗ് എന്ന് പറയുന്നത്. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മിയാൻഡറിംഗ് എന്താണെന്ന്. രണ്ട് തരത്തിലുണ്ട്, അഗ്രേഡിങ്ങും ഉണ്ട് ഡീഗ്രേഡിങ്ങും ഉണ്ട്. അതായത് ഇഫ് ദ ബെഡ് ലെവൽ ഗ്രാജുവലി റൈസ് ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് സിൽറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബെഡ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അഗ്രേഡിംഗ് എന്നും, ഡീഗ്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ബെഡ് ലെവൽ ഗ്രാജുവലി ഡിക്രീസ് ഡ്യൂ ടു സ്കോറിംഗ് ഓഫ് ബെഡ്. സ്കോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർന്നെടുക്കുക. അപ്പോൾ ഡെപ്ത് ഇൻക്രീസ് ചെയ്യും. ഈ പറയുന്ന സ്കോറിംഗ് കാരണം ഡെപ്ത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഡീഗ്രേഡിംഗ് എന്നും പറയുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ഇഫ് എ കനാൽ ആൻഡ് ഡ്രെയിനേജ് ക്രോസസ് ഈച്ച് അതർ ദ സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ഒരു കനാലും ഒരു റിവറും തമ്മിൽ അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജും തമ്മിൽ ക്രോസ് ചെയ്യുന്ന ആ ഒരു സെക്ഷനാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറയുന്നത്. 3 തരത്തിലുണ്ട്. കനാൽ ഓവർ ഡ്രെയിനേജ്, ഡ്രെയിൻ ഓവർ കനാൽ ആൻഡ് ഡ്രെയിൻ അറ്റ് സെയിം ലെവൽ. കനാൽ ഒന്നുകിൽ ഡ്രെയിനേജിന് മുകളിലായിരിക്കും, അല്ലെങ്കിൽ കനാൽ താഴെയായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഒരേ ലെവലിലായിരിക്കും. ഫസ്റ്റ് നമുക്ക് കനാൽ ഓവർ ഡ്രെയിനേജ് നോക്കാം. അതായത് കനാൽ ഡ്രെയിനേജിന് മുകളിലായിരിക്കും. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 ടേംസ് ആണ് FSL, CBL, HFL, DBL. FSL എന്ന് വെച്ച് കഴിഞ്ഞാൽ കനാലിലെ വെള്ളത്തിൻ്റെ ഫുൾ സപ്ലൈ ലെവലാണ് FSL. കനാൽ ബെഡ് ലെവലാണ് CBL. ഡ്രെയിനേജിൻ്റെ ടോപ്പാണ് ഹൈ ഫ്ലഡ് ലെവൽ അല്ലെങ്കിൽ HFL. ഡ്രെയിനേജിൻ്റെ ബോട്ടമാണ് ഡ്രെയിനേജ് ബെഡ് ലെവൽ. ഓക്കെ, ഈ കനാൽ ബെഡ് ലെവൽ ഹൈ ഫ്ലഡ് ലെവലിന് മുകളിലാണെങ്കിൽ അതിനെ നമ്മൾ അക്വിഡക്റ്റ് എന്നും, ഹൈ ഫ്ലഡ് ലെവൽ കനാൽ ബെഡ് ലെവലിന് മുകളിലാണെങ്കിൽ അതിനെ സൈഫൺ അക്വിഡക്റ്റ് എന്നും പറയും. ഓക്കെ, അടുത്തത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഡ്രെയിനേജ് ഓവർ കനാലാണ്. മുകളിൽ ഡ്രെയിനേജും താഴെ കനാലും. ഡ്രെയിനേജിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹൈ ഫ്ലഡ് ലെവലും ഡ്രെയിനേജ് ബെഡ് ലെവലും ആണ്. കനാലിനാണെങ്കിൽ ഫുൾ സപ്ലൈ ലെവലും കനാൽ ബെഡ് ലെവലും ആയിരിക്കും. സോ ഡ്രെയിനേജ് ബെഡ് ലെവൽ മുകളിലാണെങ്കിൽ, ഫുൾ സപ്ലൈ ലെവലിന് മുകളിലാണെങ്കിൽ അതിനെ സൂപ്പർ പാസേജ് എന്നും, ഫുൾ സപ്ലൈ ലെവൽ ഡ്രെയിനേജ് ബെഡ് ലെവലിന് മുകളിലാണെങ്കിൽ കനാൽ സൈഫൺ എന്നും പറയുന്നുണ്ട്. ഈ 4 ടേംസും ഓർത്തിരിക്കുക. റിപ്പീറ്റായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് അക്വിഡക്റ്റും സൈഫൺ അക്വിഡക്റ്റും ആണ്. അതായത് അക്വിഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കനാൽ ബെഡ് ലെവൽ ഹൈ ഫ്ലഡ് ലെവലിന് മുകളിലാണെങ്കിൽ അതിനെ അക്വിഡക്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് പഠിക്കുന്നത് നല്ലതായിരിക്കും. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. മൂന്നാമത്താണ് ലെവൽ ക്രോസിംഗ്. അതായത് നമ്മൾ പറഞ്ഞു കനാലും ഡ്രെയിനേജും ഒരേ ലെവലിൽ വരുമ്പോഴാണ് അതിനെ ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. വെൻ ദ ബെഡ് ലെവൽ ഓഫ് കനാൽ ആൻഡ് സ്ട്രീം ആർ അപ്രോക്സിമേറ്റ്ലി അറ്റ് ദ സെയിം ലെവൽ. ഓക്കെ, അവസാനമായിട്ട് 2 ടേംസും കൂടെ നോക്കാം. കട്ട് വാട്ടറും ഈസ് വാട്ടറും. ഈ കൊടുത്തേക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു പിയറിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ഒരു ബ്രിഡ്ജിൻ്റെ സപ്പോർട്ടാണ് നമ്മൾ പിയർ എന്ന് പറയുന്നത്. ദ അപ്സ്ട്രീം എൻഡ് ഓഫ് എ പിയർ ഈസ് കോൾഡ് കട്ട് വാട്ടർ. ഒരു വാട്ടർ ഫ്ലോ ചെയ്യുന്ന ആ ഡയറക്ഷനിൽ അപ്സ്ട്രീം സൈഡിൽ വരുന്നതാണ് കട്ട് വാട്ടറും ഡൗൺ സ്ട്രീം സൈഡിൽ വരുന്നതാണ് ഈസ് വാട്ടറും. ദ ഡൗൺ സ്ട്രീം എൻഡ് ഓഫ് എ പിയർ ഈസ് കോൾഡ് ഈസ് വാട്ടർ. ഈ 2 ടേമും ഓർത്തിരിക്കുക, മുന്നേ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഏറെക്കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും. അതായത് സെപ്റ്റംബർ 18 ആയിരിക്കും. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആയിരിക്കും എടുക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ ആ ബെൽ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ.